നമ്മളിന്നൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. ദീപാവലിയൊക്കെ വരുവാണ്. നമുക്കൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കി നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അര കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്താൽ മതി, സിറപ്പാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, വീറ്റ് ഫ്ലോർ. നമുക്കത് ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് റവ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റവ തന്നെയാണ്. റോസ്റ്റഡ് ആയതോ റോസ്റ്റഡ് അല്ലാത്തതോ ഉപയോഗിച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവയൊക്കെ ആ ഗോതമ്പ് പൊടിയിലെല്ലാം ആവത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് നെയ്യാണ് വേണ്ടത്. നെയ്യോ അല്ലെങ്കിൽ അതിന് പകരം എണ്ണയോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആ നെയ്യ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഗോതമ്പ് പൊടിയും ഇത് നെയ്യുമായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ കയ്യിൽ എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് മുറുക്കി ഒന്ന് പിടിച്ചു നോക്കണം. അപ്പോൾ നമ്മുടെ കൈയുടെ അതേ ഷേപ്പിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് മാവ് ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ടത് മനസ്സിലാവും. അതല്ല പൊടിഞ്ഞു പോകുന്നെങ്കിൽ കുറച്ചുകൂടി എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ഇതേ രീതിയിലാണിത് തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പഞ്ചസാരയൊക്കെ അലിയിച്ച് വെച്ചിരുന്ന ആ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന അതേ രീതിയിൽ കുഴച്ചെടുക്കാം. പക്ഷേ ഇത് കുറച്ച് ഹാർഡായിട്ടാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനിപ്പോൾ ഇതേ രീതിയിലൊന്ന് കുഴച്ച് എടുക്കുന്നുണ്ട്. കുറച്ച് നല്ല ഹാർഡായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. കുറച്ചൊരു കട്ടിയുള്ള മാവാണ് ഇത്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ചുകൂടി അന്നേരം ഒന്ന് ഹാർഡായിട്ടായിരിക്കും കിട്ടുന്നത്. റവ ആയതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കുതിർന്ന് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ട് വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരുപാട് സോഫ്റ്റായി പോയത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും കുറേ സമയമെടുക്കും. ഇപ്പോൾ ഞാനിത് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് രീതിയിൽ നമുക്കൊരു ചപ്പാത്തി പലകയിൽ വെച്ച് ഇതൊന്ന് ഒരു വലിയൊരു ചപ്പാത്തിയായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇത് മാവ് കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ ഒരു കുറച്ച് ബലം ഒന്ന് കൊടുക്കേണ്ടി വരും. സൈഡൊക്കെ അതുകൊണ്ട് ഷേപ്പ്ലെസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സൈഡൊക്കെ ഇതൊന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റാം. എന്നിട്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്കത് ചെറിയ സ്ക്വയറായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി വേറെ ഏതെങ്കിലും ഷേപ്പിലാണ് തയ്യാറാക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. റൗണ്ട് ഷേപ്പിലോ ഡയമണ്ട് ഷേപ്പിലൊക്കെ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ശർക്കര പാര എപ്പോഴും ഈ സ്ക്വയർ ഷേപ്പിലാണ് കാണാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നത്. കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു തിക്കായിട്ട് വേണം നമ്മളിതൊന്ന് വലിയ ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയും തിക്നെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളതും ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിരുന്നു. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഞാനൊരു ശകലം മാവ് ഒന്ന് എടുത്തിട്ടിട്ട് ഒന്ന് നോക്കി. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് മീഡിയത്തിലേക്ക് ആക്കി വെച്ചതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് എണ്ണ കൂടുതലും ഓവറായിട്ട് ചൂടാവാനും പാടില്ല. അപ്പോൾ ഇത് പുറം ഭാഗം നന്നായിട്ട് അതങ്ങ് കരിഞ്ഞു പോവും, ഉൾഭാഗം വെന്ത് കിട്ടുകയുമില്ല. അതുകൊണ്ട് ഒരു എണ്ണയുടെ ചൂടും ഒരു മീഡിയത്തിൽ നിന്നാൽ മതി. അപ്പോൾ ഗ്യാസും ഫ്ലെയിമും മീഡിയത്തിലാക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് 1 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ.
ഇല്ലെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുത്ത ഉടനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എണ്ണയിലിടുമ്പോൾ ഇത് അങ്ങ് സോഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കുറച്ച് ക്രിസ്പിയായി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കൂടുതലായിട്ട് ബൗൾസൊക്കെ വരുന്നതൊന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയാൽ മതി. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് നിറമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇനി ആ ചൂട് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് നിറം മാറി വരും. അപ്പോൾ നമുക്ക് ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത ഒരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയെടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതും ഞാൻ ഇതേ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റിയുമാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റുമാണ്. നമുക്ക് നല്ല ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഈസിയാണ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്